എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായെങ്കിലും യാത്രക്കാരുടെ ദുരിതം തുടരുകയാണ്. ഇന്നലെയും ഇന്നുമായി കേരള സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരവധി സർവീസുകളാണ് റദ്ദാക്കിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഇന്നും വിമാന സർവീസുകൾ മുടങ്ങി. ഇവരുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവും കണ്ണൂരിൽ നിന്നും KJ ശ്രീജിത്തും ചേരുകയാണ്. ആദ്യം ശ്രീജിത്ത് ഇന്ന് 2 വിമാന സർവീസുകളാണ് കണ്ണൂരിൽ നിന്നും മുടങ്ങിയിരിക്കുന്നത്. യാത്രക്കാരും വലിയ വിഷമത്തിലാണ്. സ്വാഭാവികമായും അവിടെ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണോ? തുടർച്ചയായ 4ാം ദിവസവും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ മുടങ്ങി. ഇന്ന് 2 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഈ തുടർച്ചയായ 4 ദിവസത്തിനിടെ 5000-ലധികം യാത്രക്കാർക്കാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ പോകുന്ന യാത്രക്കാർക്കാണ് യാത്ര മുടങ്ങിയിരിക്കുന്നത്. ഇന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും 5:15 പുറപ്പെടേണ്ട കണ്ണൂർ ദമാം, അതോടൊപ്പം തന്നെ 9:20 പുറപ്പെടേണ്ട കണ്ണൂർ അബുദാബി വിമാനങ്ങളാണ് നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. ഈ റദ്ദാക്കുന്ന കാര്യം നേരത്തെ തന്നെ യാത്രക്കാരെ അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ യാത്രക്കാർ പകുതിയിലധികം പേരും ഈ സ്ഥലത്ത് വിമാനത്താവളത്തിൽ എത്തിയില്ല. അതിനാൽ തന്നെ പ്രതിഷേധങ്ങളൊന്നും ഇല്ല. അത് കാരണം ഇന്നലെ തന്നെ അറിയിച്ചിരുന്നതാണ് തിങ്കളാഴ്ചയോട് മാത്രമായിരിക്കും ഇത്തരത്തിൽ ഈ വിമാന സർവീസുകൾ പുനഃക്രമീകരിക്കാൻ കഴിയുക എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ പല യാത്രക്കാരും എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ 2 ദിവസം മുൻപ് തന്നെ ഇത്തരത്തിൽ പത്രക്കുറിപ്പും ഇറക്കിയിരുന്നു. വിമാനത്താവളത്തിലേക്ക് യാത്രയ്ക്കായി വരുന്നവർ നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ വിളിച്ച് വിമാനമുണ്ടോ എന്ന് തിരക്കിയിട്ട് വിമാനത്താവളത്തിൽ വരിക, അത് പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പലർക്കും ഈ യാത്രക്കായി ഈ വിമാനത്താവളത്തിൽ എത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്തായാലും ശ്രീജിത്ത്, ഇവിടെ ഈ 2 ദിവസം മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും പലർക്കും ജോലി ആവശ്യത്തിന് കൃത്യസമയത്ത് എത്തേണ്ടതുണ്ട്. അവർക്ക് പകരം സംവിധാനങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് ആ രീതിയിലുള്ള ഉറപ്പ് ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും. കാരണം ആദ്യഘട്ടത്തിൽ മുടങ്ങിയവർക്കാണ് നിലവിലെ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് പുനഃക്രമീകരിച്ച് നൽകിയ ടിക്കറ്റിലൂടെയാണ് പലരും ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ 1ാം ദിവസവും 2ാം ദിവസവും യാത്ര മുടങ്ങിയവർക്ക് നിലവിൽ അവർക്ക് പുനഃക്രമീകരിച്ച് നൽകിയ വിമാനത്തിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇന്ന് മുടങ്ങിയ എല്ലാം തിങ്കളാഴ്ചയോടെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഈ അധികൃതർ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ്. എന്തെല്ലാം പറഞ്ഞാലും കാരണം അടിയന്തരമായി ജോലി ആവശ്യങ്ങൾക്കും ചികിത്സയ്ക്കുമായി വിദേശ രാജ്യങ്ങളിൽ എത്തേണ്ടവരുണ്ട്. അവരുടെ യാത്രകൾ പലപ്പോഴായി മുടങ്ങുന്ന സാഹചര്യം തുടക്കം മുതൽ തന്നെ കണ്ടിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി നാളെയും തിങ്കളാഴ്ചയും അത്തരത്തിൽ ഒരു മുടക്കമുണ്ടാകുമെന്നും ഈ വിമാനത്താവളത്തിൽ അധികൃതർ പറയുന്നു. അതിനുശേഷമായിരിക്കും പഴയ രീതിയിൽ വിമാന സർവീസുകൾ മുന്നോട്ട് പോവുക. കാരണം വലിയ കൂട്ടവധിയായിരുന്നു തുടക്കമുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇത് വലിയ തോതിൽ തന്നെ ഈ വിമാനത്താവളത്തെ ബാധിച്ചിട്ടുണ്ട്. നിലവിൽ 6 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ തിങ്കളാഴ്ച വരെ വിമാന സർവീസുകൾ മുടങ്ങുമെന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്നേക്ക് 4ാം ദിവസമാണ് ഈ സർവീസുകൾ മുടങ്ങിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രയാസം യാത്രക്കാർക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്തിനും തിങ്കളാഴ്ച വരെ വിമാന സർവീസുകൾ മുടങ്ങും. അതിന് ശേഷം മാത്രമേ സാധാരണ രീതിയിലേക്ക് പഴയ സമയ ക്രമീകരണത്തിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞത്, അല്ലേ? തീർച്ചയായും അത്തരത്തിലാണ് അറിയിപ്പുള്ളത്. കാരണം നിലവിൽ തന്നെ ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും 25-ലധികം സർവീസുകളാണ് ഈ 4 ദിവസത്തിനിടെ മുടങ്ങിയത്. അവർക്ക് ഈ ദിവസങ്ങളിൽ പുനഃക്രമീകരിച്ച് നൽകുന്നു. അപ്പോൾ ഈ പല സർവീസുകളും ബുദ്ധിമുട്ടിലാവുകയാണ്. അത്തരത്തിലുള്ള ഒരു സാങ്കേതിക തടസ്സമാണ് ഇവർ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൂട്ട അവധിയെടുത്തതിൽ പലരും നിലവിലെ സാഹചര്യത്തിലും എത്തിയിട്ടില്ല. അവർ എത്തുന്നതോടെയായിരിക്കും എന്തായാലും പൂർണ്ണമായി തന്നെ പഴയ രീതിയിലേക്ക് പോകാൻ കഴിയുക. കാരണം ഇന്നലെയായിരുന്നു ഈ സമരം അവസാനിച്ചത്. ഇന്ന് ശനിയാഴ്ചയാണ്, ഞായറാഴ്ചയാണ്, അവധി ദിവസങ്ങളാണ്. അതിനാൽ തന്നെ ഈ ജോലിക്കാർ തിങ്കളാഴ്ചയോട് മാത്രമായിരിക്കും വീണ്ടും ഈ ജോലിയിൽ പ്രവേശിക്കുക. കൂട്ടാവധിയെടുത്തവർ വീണ്ടും ഈ ജോലിയിൽ പ്രവേശിച്ച ശേഷമായിരിക്കും പഴയ രീതിയിലേക്ക് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയെന്നും വിമാനത്താവള അധികൃതർ പറയുന്നു. എന്തായാലും ഈ സമരം കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നത് സാധാരണക്കാരായ യാത്രക്കാരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവരുടെ ജോലിയും ചികിത്സയും അടക്കം ഇത് ബാധിച്ചു കഴിഞ്ഞു എന്നതാണ് വസ്തുത. ശ്രീജിത്താണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ.